ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പാദസരം ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാ, പിന്നെ ഇതുപോലത്തെ ഒരു ചെയിൻ ഉണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം നമ്മൾ കാലിൻ്റെ അളവിന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേ അളവിൽ നമുക്ക് ബാക്കിയും കൂടി മുറിച്ചെടുക്കണം. പിന്നെ റെഡ് കളർ മുത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചുമന്ന കളറിലുള്ള ചെറിയ മുത്താണ് കേട്ടോ. ഒരു ക്രിസ്റ്റൽ രൂപത്തിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മുത്ത് കമ്പിയിൽ കോർത്തിട്ട് വളച്ചിത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയറും, അങ്ങനെ ഇത്ര സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പ്ലെയർ ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെയിൻ, പാദസരത്തിൻ്റെ ചെയിൻ കേട്ടോ. അപ്പോൾ ഇതാ ഈ സാധനത്തിലേക്ക് നമ്മൾ മുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ കണ്ണിയിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആവശ്യത്തിന് ഏത് ഗ്യാപ്പിട്ടാണോ നമുക്ക് വേണ്ടത് ആ കണ്ണിയിലേക്ക് നമ്മളിത് അതുപോലെ മേലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിത് പകുതിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കട്ടിംഗ് പ്ലെയറിൽ ചെറിയൊരു പ്രശ്നം, നിലത്ത് വീണ് കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കട്ട് ചെയ്യാൻ ചെറിയൊരു പാടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാ പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. വളച്ച് ആ മുത്തിൻ്റെ മുകളിലേക്ക് വളഞ്ഞ് വരത്തക്ക വിധത്തിൽ, ദ്വാരം വരുന്നുണ്ടല്ലോ മുത്തിൻ്റെ, ആ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വളച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് മേത്തൊന്നും കുത്തി കയറാത്ത, കാലിലൊന്നും കുത്തി കയറാത്ത വിധത്തിൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുത്ത് നമ്മളിതാ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒന്നാമത്തെ മുത്ത് കോർത്തെടുത്തപ്പോൾ തന്നെ നല്ല രസമുണ്ടെന്നാണല്ലോ ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നല്ല രസമുണ്ടോ എന്ന്. അപ്പോൾ ഇതാ ഒരു 3-4 മുത്ത് നമുക്കിങ്ങനെ കോർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിനെന്താ പേര് പറയുന്നതെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. ഓർത്തിരുന്നതായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാൻ നേരത്ത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇടവിട്ട കണ്ണിയിലാണ് കേട്ടോ ഇത് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് കോർത്ത് കൊടുക്കാം, 3 കണ്ണി ഇടവിട്ട് കോർത്ത് കൊടുക്കാം. നല്ല തിക്നെസ്സിൽ മുത്ത് വേണമെന്നുള്ളവർക്ക് അടുപ്പിച്ചടുപ്പിച്ച് കോർത്ത് കൊടുക്കാം. ഇച്ചിരി എന്താ പറയുക വിട്ട് മുത്ത് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കോർത്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3ാമത്തെ കണ്ണിയിലിട്ട്, പിന്നെ നമ്മൾ കോർക്കുമ്പോൾ ആണെങ്കിലും എല്ലാം ഒരേ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്താ പറയുക റെഡി ആവത്തില്ല. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇങ്ങനെ മുത്ത് വന്ന് കിടക്കും. അപ്പം എല്ലാം ഒരേ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫ്രണ്ടിൽ കൂടി കോർത്തു, പിന്നെ ബാക്കിൽ കൂടി ഫ്രണ്ടിലേക്ക് കോർത്തെടുത്തു. അപ്പോഴത്തേക്കും അത് മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു ഭംഗിയില്ലാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് അഴിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി കോർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അബദ്ധം പറ്റേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരേ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഈ പ്ലെയർ നിലത്ത് വീണതുകൊണ്ട് കേട്ടോ കട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. കത്രികയൊക്കെ നിലത്ത് വീണ് കഴിയുമ്പോൾ പിന്നെ തുണിയൊക്കെ മുറിക്കുമ്പോൾ എന്താ പറയുക വൃത്തിയായിട്ട് മുറിഞ്ഞ് കിട്ടാറില്ലല്ലോ. ആ ഒരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഈ പ്ലെയറിൻ്റെ അവസ്ഥ. പിന്നെ അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്ലെയർ വെച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പ്ലെയർ വെച്ചിട്ട് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പ്ലെയർ വെച്ചിട്ട് വളച്ച് ആ മുത്തിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലാ മുത്തും ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിനായിട്ട് നമുക്ക് ഓരോ മുത്ത് കോർത്ത് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വേഗത്തിൽ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 3 ചെയ്തത് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ഓരോ മുത്തിങ്ങനെ കോർക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്ന ചെയിൻ ഇങ്ങനെ ഒന്നിടവിട്ട് കോർത്തെടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വേറെ കൊളുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാലയ്ക്ക് വേണ്ടി മേടിച്ച് കൊളുത്താണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പാദസരത്തിൻ്റേതായ കൊളുത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പെട്ടെന്നൊരാഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന കൊളുത്തെടുത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ 2 പാദസരവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2നും മാലേൻ്റെ കൊളുത്ത് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാദസരത്തിൻ്റെ കൊളുത്താണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കാലയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതിട്ട് തുള്ളി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.